സർക്കാർ മുൻ അഭിഭാഷകൻ പി.ജി. മനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് മനുവിനെ കണ്ടെത്തിയത്. നിയമസഹായം തേടിയെത്തിയ യുവതി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. എറണാകുളം പിറവം സ്വദേശിയാണ്. 2018 നടന്ന പീഡനക്കേസിൽ ഇരയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശത്തിനായി അഭിഭാഷകനായ പി.ജി. മനുവിനെ സമീപിക്കുന്നത്. നിയമസഹായം നൽകാമെന്ന പേരിൽ യുവതിയെ മനുവിന്റെ കടവന്ത്രയിലെ ഓഫീസിൽ വിളിച്ചുവരുത്തി ബലമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. മാനസികമായി തകർന്ന യുവതി വീട്ടുകാരോട് ആദ്യം പീഡന വിവരം പറഞ്ഞിരുന്നില്ല. പിന്നീട് ഒക്ടോബർ 9-നും 10-നും പീഡനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആലുവ റൂറൽ എസ്.പിക്ക് പരാതി നൽകുകയായിരുന്നു. ബലമായി പീഡിപ്പിച്ച ശേഷം സ്വകാര്യ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതായും യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പി.ജി. മനുവിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഇതിന് പിന്നാലെ മനുവിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരുന്നു. രാവിലെ ഒരു 10 മണിയോടുകൂടിയാണ് ഇതിൻ്റെ ഹൗസ് ഓണർ അറിഞ്ഞെന്ന് നമ്മൾ അറിയാൻ സാധിച്ചത്. ഇവിടെ 3 പേര് ഈ വീടിൻ്റെ മേലത്തെ നിലയിൽ വാടകയ്ക്ക് എടുത്തിരിക്കുകയായിരുന്നു. ഈ 2 മാസത്തിനിടയ്ക്ക് 2 മാസമായതേ ഉള്ളൂ വീട് എടുത്തിട്ട്. 2 മാസത്തിനിടയ്ക്ക് ഇവർ അപൂർവം ദിവസങ്ങളിൽ, അതായത് മാക്സിമം ഒരു 10-25 ദിവസം ഇവരിവിടെ താമസിച്ചിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് ഇന്ന് അറിയാൻ ചേച്ചി, ഇതിൻ്റെ ഹൗസ് ഓണർ ചേച്ചി പറഞ്ഞതെന്ന് പറയുന്നത് 2 ദിവസം ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അടുപ്പിച്ച്. ബാക്കി 2 പേര് ഇവിടെ ഇല്ലായിരുന്നു. അപ്പം എന്താ വീട്ടിൽ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞതെന്ന് പറയുന്നത്, എനിക്ക് ബുധനാഴ്ച എന്തോ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്യാണ്, അതിൻ്റെ വാദം ഉണ്ട്, അതുകൊണ്ട് പഠിക്കാൻ ഒരുപാടുണ്ട്, അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് നിൽക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെയും ചേച്ചി കണ്ടിരുന്നെന്ന് പറഞ്ഞു. ചായയായിട്ട് ഇവിടെ ഉള്ളപ്പം ഇവിടുന്ന് താഴേന്ന് ചായ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നങ്ങനെ പുള്ളി ചായ മേടിച്ചുകൊണ്ട് മേളിലോട്ട് പോയി. അതിനുശേഷം ഇവർ കണ്ടിട്ടില്ല. ഈ കൂടെ ഉണ്ടായിരുന്ന 2 പേര് ഒരു 10 മണിയോടുകൂടി, ഇത് ചായ കൊടുക്കുന്ന 8 മണിക്കാണെന്നാണ് പറഞ്ഞത്, ഒരു 10-10:30 കൂടുള്ള 2 പേര് വന്ന് അവർ മേളിൽ പോയിട്ട് തിരിച്ച് താഴെ വന്ന് പറയുമ്പോഴാണ് ഇവിടുത്തെ ഹൗസ് ഓണർ ചേച്ചി അറിയുന്നത്. അവർ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്, ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ അവിടെ ഇന്ന് ആറാട്ട് സദ്യയുണ്ട്. അപ്പം പുള്ളിക്കാരനോടും ഈ ചായ കൊടുക്കുന്ന സമയത്ത് ആ ചേച്ചി ചോദിച്ചിരുന്നു, ഇന്ന് സദ്യ കഴിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാര്യം പുള്ളി ഇവിടെ ഉള്ള ദിവസം എല്ലാം അമ്പലത്തിൽ പോയി തൊഴാറുണ്ട്, ഭയങ്കര ഒരു ഭക്തനാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് ഉണ്ണാനായിട്ട് പോകാനൊരു പുള്ളി വലിയ ഇൻട്രസ്റ്റ് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ചായ ആയിട്ട് അങ്ങ് മേളിലോട്ട് പോകാമെന്ന് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിസരമായിട്ട്, ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്, പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ പരിസരമായിട്ടൊന്നും വലിയ എന്താവാറുള്ള ഒരു സമയമായിട്ടില്ല. അങ്ങനെ അതൊന്നും അറിയത്തില്ല, അതിനെക്കുറിച്ച് അറിയത്തില്ല. കൊല്ലത്തായിരിക്കും ഇത് കേസുണ്ടെന്ന് പറഞ്ഞത്. ഇവർ ഉള്ളപ്പോഴും മേളിൽ ഇവർ പഠിക്കുന്ന സൗണ്ടും വാദമൊക്കെ നടത്തുന്ന റിഹേഴ്സലൊക്കെ കേൾക്കാമെന്നാണ് എൻ്റെ ഹൗസ് ഓണർ പറഞ്ഞത്. ഇല്ല, അവർ മേളിൽ വന്ന് നോക്കിയിട്ട് താഴെ വന്ന് പറയുമ്പോഴാണ് ഇവർ തന്നെ അറിയുന്നത്, ഹൗസ് ഓണർ തന്നെ അറിയുന്നത്. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പോയിട്ട് വന്ന് പറയത്തില്ലല്ലോ. അവർക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞായിട്ടില്ല. അവർ വന്ന് ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. കാര്യം രാവിലെ ചായ കൊടുത്തതേ ഉള്ളൂ, ചായ ആയിട്ട് മേളിലോട്ട് പോയതേ ഉള്ളൂ. അപ്പം പ്രത്യേകിച്ചൊന്നും അവർക്കും ഫീൽ ചെയ്തിട്ടില്ലല്ലോ.